നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ 3 ഇടങ്ങളിൽ മോഷണം. ഇടമുളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് പണം അപഹരിച്ചു. അഞ്ചൽ ബൈപ്പാസിലെ 2 പെട്ടിക്കടകളും കുത്തിത്തുറന്നു. കൊല്ലം കുളത്തൂപ്പുഴ ജനവാസ മേഖലയിൽ വന്യജീവി ശല്യം. പരിഹാരം കാണാൻ PS സുബാൽ MLA അധ്യക്ഷതയിൽ അടിയന്തര യോഗം. കുളത്തൂപ്പുഴ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റ സാഹചര്യത്തിലായിരുന്നു യോഗം. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പ്രതിഷേധം. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പാവങ്ങളുടെ പടയണി. KSKTU നേതാവ് B രാഘവൻ അനുസ്മരണവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ചലിൽ 3 ഇടങ്ങളിലായി മോഷണം. പണവും സിഗരറ്റുമാണ് മോഷണം പോയത്. ഇടമുളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് പണം അപഹരിച്ചു. ബൈപ്പാസിലെ 2 പെട്ടിക്കടകളും കുത്തിത്തുറന്ന് മോഷണം നടത്തി. 2 മോഷ്ടാക്കൾ CCTVയിൽ കുടുങ്ങിയെങ്കിലും ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷെ വന്ന് രാവിലെ അമ്പലം തുറന്നപ്പോഴാണ് ഈ തിരുപ്പള്ളിയുടെ പൂട്ട് പൊളിച്ചായിട്ട് കണ്ടത്. അങ്ങനെ അയാൾ ഉടനെ തിരുവേനി വിളിച്ചു. തിരുവേനി കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ച് ഞങ്ങളുടെ അവിടെ വന്നു. അങ്ങനെ ക്ഷേത്രം തിരുപ്പള്ളി വിളിച്ചിട്ടുണ്ട്. CCTVയുടെ അടിസ്ഥാനത്തിൽ രാത്രി കണ്ട് ഒരു 1:30 ഇതിനകത്ത് കയറിയിരിക്കുന്നത്. അഞ്ചൽ ബൈപ്പാസിൽ സ്ഥിതി ചെയ്യുന്ന ഇടമുളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർക്കുകയും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയും ചെയ്ത മോഷ്ടാക്കൾ അഞ്ചൽ ബൈപ്പാസിൽ തന്നെ പ്രവർത്തിക്കുന്ന 2 പെട്ടിക്കടകളിലും കുത്തിത്തുറന്ന് മോഷണം നടത്തി. അഞ്ചൽ സ്വദേശി വിഷ്ണുവിൻ്റെയും പടിഞ്ഞാറ്റുകര സ്വദേശി രാജൻ്റെയും പെട്ടിക്കടകളാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. മേശ തുറന്നു കിടന്നു, പിന്നെ പൂട്ടെല്ലാം പൊളിച്ചു കിടക്കുന്നു. അതിനകത്ത് മേശക്കകത്തിരുന്ന സിഗരറ്റുകളുണ്ടായിരുന്നു, കോൾഫ്ലാക്ക് പിന്നെ ബിൽസാഗ് സിഗരറ്റുകളുണ്ടായിരുന്നു, പിന്നെ പൈസ ഉണ്ടായിരുന്നു, 2000 രൂപയ്ക്കടുത്ത് പൈസ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സിഗരറ്റ് ഒരു 2000 രൂപയ്ക്കടുത്ത് സിഗരറ്റിന് വില ഉണ്ടായിരുന്നു. മറ്റുള്ള സാധനങ്ങളും ഒക്കെ എടുത്തു. 2 കടകളിൽ നിന്നും സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും അപഹരിച്ചതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. എടുക്കാൻ പറ്റുന്ന പൈസ ഉണ്ടായിരുന്നു, പിന്നെ സിഗരറ്റ്, എലൈറ്റിന്റെ കേക്ക്, കുറെ ഐറ്റംസ് പോയിട്ടുണ്ട്. സോഡയും സാധനം എല്ലാം പോയി. വന്നപ്പോൾ ഇത് പൊട്ടിച്ചിട്ടേക്കായിരുന്നു. പിന്നെ അപ്പുറത്ത് നിന്നാണ് ഒരു കഴുകി ചെയ്ത് വലിക്കുകയും ബാക്കി എല്ലാ പരിപാടിയും ചെയ്തത്. കാരണം കൂട്ടിന് പൊട്ടിച്ചിട്ട് കൂട്ടിന് ലോക്കിന്റെ മണ്ഡപം ഉണ്ടല്ലോ, അതുകൂടെ കിടപ്പുണ്ട്. രാജന്റെ കടയിൽ നിന്നും 2000 രൂപയും സിഗരറ്റും, വിഷ്ണുവിന്റെ കടയിൽ ട്രേയിൽ സൂക്ഷിച്ചിരുന്ന ചിട്ടിക്കടയ്ക്കാനുള്ള തുകയും സിഗരറ്റും മറ്റ് സാധനങ്ങളും മോഷ്ടാക്കൾ അപഹരിച്ചു. ഗണപതി ക്ഷേത്രത്തിലെ CCTVയിൽ നിന്നും 2 പേരുടെ ദൃശ്യം ലഭിച്ചുവെങ്കിലും മോഷ്ടാക്കൾ മുഖം മറച്ചതിനാൽ ആളുകളെ തിരിച്ചറിയാനായിട്ടില്ല. പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം അഞ്ചൽ പോലീസ് ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപുരത്ത് പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തി. ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. CPIM ഏരിയ സെന്റർ അംഗം S നസീം ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സംഘം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്. തുലട്ടെ 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 തുലട്ടെ. കൃഷ്ണപുരത്ത് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തിയത്. ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിൽ യുവ കർഷകനായ ശുഭ്കരൺ സിംഗ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPM ഏരിയ സെന്റർ അംഗം S നസീം ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം അധ്യക്ഷത വഹിച്ചു. KM ഷംസുകുഞ്ഞ്, PK സുരേന്ദ്രൻപിള്ള, രാമഭദ്രൻ, സാബു വാസുദേവൻ, വത്സല ദിവാകരൻ, V നാരായണപിള്ള, D സുരേന്ദ്രൻ, V സത്യപാലൻ, K ഗോപിനാഥൻ, T ദിലീപ് കുമാർ, ശ്യാം, രാജേഷ്, ഭാഗ്യനാഥൻ ഉണ്ണിത്താൻ, മനു ഓമനക്കുട്ടൻ, മുരളീധരൻ, വിനോദ് കുഴിലേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സാംസ്കാരിക രംഗത്ത് ചരിത്ര പ്രാധാന്യമുള്ള നാടായ കൊട്ടാരക്കരയുടെ പ്രാധാന്യം നിലനിർത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര ആർട്സ് ഫെസ്റ്റ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്, കൊട്ടാരക്കര നഗരസഭ, ഫാമിലി കൾച്ചറൽ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാംസ്കാരിക രംഗത്ത് ഒട്ടേറെ പ്രഗത്ഭരെ സംഭാവന ചെയ്ത നാടാണ് കൊട്ടാരക്കര. അതുകൊണ്ട് തന്നെ ആർട്സ് ഫെസ്റ്റും നാടിന്റെ ഉത്സവമായി മാറുകയാണ്. സാമ്പത്തികമായി സംസ്ഥാനം ഞെരുക്കപ്പെടുമ്പോഴും കലാകാരന്മാർക്കുള്ള പിന്തുണയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സർക്കാർ
വിട്ടുവീഴ്ച നടത്തില്ല എന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. കഥകളി മുതൽ ഇങ്ങോട്ട് ഉള്ള ഓരോ മേഖലകളിലും കൊട്ടാരക്കരയുടെ തനതായ വ്യക്തിത്വം നമുക്കറിയാം. കൊട്ടാരക്കര തമ്പുരാൻ, കഥകളിയുടെ ചരിത്രം, ഇപ്പോഴും സജീവമായി കഥകളി പഠനവുമായി പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ നമ്മുടെ ഈ രംഗത്തെ പ്രശസ്തരായ ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ല. ഇവിടുത്തെ നമ്മുടെ ഈ രംഗത്തൊക്കെ ഏറ്റവും സജീവമായ വ്യക്തിത്വങ്ങളാണ് അവർ. ഇപ്പോഴത്തെ തലമുറയിൽ അവാർഡ് വാങ്ങുന്ന കുറേയേറെ ആളുകൾ ഇവിടുന്നുള്ള ചെറുപ്പക്കാരും ഈ മേഖലയിൽ തന്നെയുണ്ട്. നമ്മുടെ ഇത്തരം സാധ്യതകളെയും അനുഭവങ്ങളെയും കൂടുതൽ ദൃഢീകരിക്കാനും മെച്ചപ്പെടുത്താനും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ SR രമേശ് അധ്യക്ഷനായിരുന്നു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ്, സ്ഥിരസമിതി അധ്യക്ഷർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചവറ മേനാമ്പള്ളി BC ലൈബ്രറി ആൻഡ് ക്രിയേറ്റീവ് സെന്ററിന്റെ നേതൃത്വത്തിൽ ചവറ A ബാലചന്ദ്രൻ സ്മൃതി കവിതാ അവാർഡ് വിതരണം ഏപ്രിൽ 6 നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. BC ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറിയുടെ 4ാമത് വാർഷികത്തോടനുബന്ധിച്ച് ചവറ A ബാലചന്ദ്രൻ സ്മൃതി അവാർഡിന് കവിതകൾ ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. 2023 1ാം പതിപ്പായി പ്രസിദ്ധീകരിച്ച മലയാള കവിതാ സമാഹാരമാണ് പരിഗണിക്കുക. വിവർത്തനങ്ങൾ പരിഗണിക്കുന്നതല്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർഷിക സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. അന്ന് ഡോക്ടർ VP ഗംഗാധരൻ സാർ, സുഭാഷ് ചന്ദ്രൻ അദ്ദേഹവും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവിൽ ചവറയെ സംബന്ധിച്ചിടത്തോളം ചവറയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ കിഴക്ക് ഭാഗത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റൂറൽ ഏരിയ ആണ്. അവിടെ മറ്റ് സാധ്യതകൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ ലൈബ്രറി രൂപീകരിച്ചത്. സമാനമനസ്കരായ ഞങ്ങൾ ഒട്ടനവധി പേര് ചേർന്നാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല ജീവിത നിലവാരത്തിലുള്ളവരെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗവാക്കായതുകൊണ്ട് തന്നെ ഇത് ഒത്തൊരുമിച്ച് വനിതാവേദി, ബാലവേദി, വയോജനവേദി, കാർഷിക വേദി എന്നിങ്ങനെ വിവിധ വേദികൾ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കവിത അവാർഡ് ചവറ KS സാറും ചവറ CB സാറും ചേർന്നാണ് മികച്ച കവിതാ സമാഹാരം കണ്ടെത്തിയത്. പ്രസാധകർക്കും വായനക്കാർക്കും പുസ്തകങ്ങൾ അയക്കാം. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിൽ 6 നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യും. സെക്രട്ടറി BC ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറി, മുകുന്ദപുരം PO, ചവറ 691-585 കൊല്ലം എന്ന വിലാസത്തിൽ പുസ്തകങ്ങൾ അയക്കാം. പുസ്തകങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി 2024 മാർച്ച് 20 പ്രസിഡന്റ് CA ശരത്ചന്ദ്രൻ, സെക്രട്ടറി അഭിലാഷ് ചന്ദ്രൻ, കൺവീനർമാരായ G മധു, F ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തേവലക്കര ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലെ കെട്ടിട ഉദ്ഘാടനം 26 നടക്കും. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 2ാം നില ബ്ലോക്കിന്റെ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം 26 നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അഡ്വക്കേറ്റ് K സോമപ്രസാദ് MPയുടെ ആസ്തി വികസന ഫണ്ടും സ്കൂൾ മാനേജ്മെന്റ് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ കെട്ടിട ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സാറാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സോമപ്രസാദ് XMP. മുഖ്യ അതിഥികളായിട്ട് അതിൽ പങ്കെടുക്കുന്നത് ശ്രീ കോവൂർ കുമ്മൻ MLA, ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA. 26 രാവിലെ 11 മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ മാനേജർ R തുളസീധരൻ പിള്ള, മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് V ഗോവിന്ദപിള്ള, പ്രഥമാധ്യാപിക S സുജ, PTA പ്രസിഡന്റ് R അരുൺ, ഭരണസമിതി അംഗം K രഘു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുറേ വർഷങ്ങളായിട്ട് വിജയ ശതമാനം 100% വിജയ ശതമാനമാണ്. കുറേ വർഷങ്ങളായിട്ട് അവിടെ A+കൾ വാങ്ങുന്നത് സമീപ സ്കൂളുകളിൽ നിന്നും മെച്ചപ്പെട്ട ഒരുപാട് ദൗർബല്യങ്ങളും നമുക്കുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ചെയ്യുന്ന പ്രവർത്തനം. അത് മാനേജ്മെൻറ്റും അവിടുത്തെ എല്ലാം തന്നെ അതുപോലെയെല്ലാം തന്നെ സഹകരണം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കൊല്ലം കുളത്തൂപ്പുഴയിലെ ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ PS സുബാൽ MLAയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. പോലീസ്, റവന്യൂ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. കുളത്തൂപ്പുഴയിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റ സാഹചര്യത്തിലായിരുന്നു യോഗം ചേർന്നത്. കുളത്തൂപ്പുഴയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റ സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. കുളത്തൂപ്പുഴ 2ാം മൈൽ സ്വദേശി സനലിനെയാണ് കാട്ടാന ആക്രമിച്ചത്. പുലർച്ചെ 6 മണിക്ക് ആമക്കുളത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മരപ്പണി തൊഴിലാളിയായ സനൽ ജോലിക്ക് പുലർച്ചെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്കാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സനലിനെ നാട്ടുകാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സനൽ സഞ്ചരിച്ച ബൈക്കിന് മുന്നിലെത്തിയ കാട്ടാനയെ കണ്ട സനൽ ബൈക്ക് തിരിക്കാൻ ശ്രമിക്കവെയാണ് ആക്രമണമുണ്ടായത്.
കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കുളത്തൂപ്പുഴ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുളത്തൂപ്പുഴയിൽ വന്യജീവികൾ നാട്ടിലേക്കിറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നത് പതിവ് സംഭവമായിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. വന്യജീവികളുടെ ശല്യം കുളത്തൂപ്പുഴയിലെ ജനവാസ മേഖലയിൽ പതിവായതോടെയാണ് PS സുബാൽ MLA നേതൃത്വത്തിൽ കുളത്തൂപ്പുഴയിൽ വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. സംഭവത്തിൽ വേണ്ട നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് MLA ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. വന്യജീവികളുടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അടിയന്തരമായി സ്വീകരിച്ച നടപടികൾ, വളരെ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ RRT ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഞ്ചലുമായി ബന്ധപ്പെട്ട അവിടെ അത് ജില്ലയിൽ മുഴുവൻ ഉപയോഗിക്കുന്ന RRT സംവിധാനം, അപ്പോൾ അതവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ആരംഭിക്കേണ്ടത്. പിന്നെ നമ്മുടെ തന്നെ കുറച്ച് ഈ ഫെൻസിങ്ങും കിടങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ വനാവരണ പദ്ധതിയുടെ ഭാഗമായിട്ടുമെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൃഷി വകുപ്പിന്റെ ഭാഗമായിട്ടും കുറച്ച് ഫണ്ടുകൾ നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് KSKTU നേതാവായിരുന്ന B രാഘവൻ അനുസ്മരണവും നടത്തി. പരിപാടി KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പാവങ്ങളുടെ പടയണിയും KSKTU നേതാവായിരുന്ന B രാഘവൻ അനുസ്മരണവും കരുനാഗപ്പള്ളിയിൽ നടത്തി. നഗരസഭ താച്ചേൽ ജംഗ്ഷനിൽ നടന്ന പരിപാടി KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി N രതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി പെൻഷനെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിരാഹാര സമരം നടത്തിയിരുന്നു. അവിടെയാണ് നമ്മൾ 2 മാസത്തെ പൈസ കിട്ടിയില്ലല്ലോ എന്ന പരാതി പറയുന്നത്. അപ്പം അങ്ങനെ എല്ലാ സമരങ്ങളിലും വളരെ ശക്തമായി ഉറച്ചു നിന്ന് സമരം ചെയ്തു പോന്ന ഒരു സഖാവായിരുന്നു ഒരാൾ. മരിക്കുന്നതിന് മുമ്പും അസുഖബാധിതനായി കിടക്കുമ്പോഴും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വിളിക്കണം. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മാറിയാൽ ഇങ്ങോട്ട് വിളിക്കും. എന്താ വിളിക്കാതെ? ശബ്ദം കേട്ടിട്ട് കുറേ ദിവസമായില്ലേ, തൻ്റെ ശബ്ദം വല്ലപ്പോഴും കേൾക്കണം. C രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. KSKTU ഏരിയ സെക്രട്ടറി ക്ലാപ്പന സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KG കനകം, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK ബാലചന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് R സോമരാജൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീട്ടിലെത്തിയ വെള്ളിമൂങ്ങയെ കണ്ട് വീട്ടുകാർ അമ്പരന്നു. പിന്നീട് ഇത് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി. കുളത്തൂപ്പുഴ സ്വദേശി ഷാനവാസിന്റെ വീട്ടിലാണ് വ്യത്യസ്തനായ അതിഥിയായി എത്തിയത്. വനപാലകരെത്തി വെള്ളിമൂങ്ങയെ കൊണ്ടുപോയി. രാവിലെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടുക്കള വാതിൽ തുറന്നു നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറന്ന് വന്ന് നേരെ ഹാളിൽ വന്നിരുന്നു. അപ്പോൾ പലതിന് കണ്ണ് കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളപ്പോൾ തന്നെ മീഡിയ അറിയിച്ച് ഫോറസ്റ്റുകാരെ അറിയിച്ചു. അവർ വന്നത് കൊണ്ടുപോകും. അഞ്ചൽ സെന്റ് ജോസഫ് ആശുപത്രിക്ക് പിറകുവശം താമസിക്കുന്ന കുളത്തൂപ്പുഴ സ്വദേശിയായ ഷാനവാസിന്റെ വീട്ടിലാണ് ലക്ഷങ്ങൾ വില വരുന്ന വെള്ളിമൂങ്ങ പറന്നെത്തിയത്. വെള്ളിമൂങ്ങയുടെ പേരിൽ നിരന്തരം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളാണ് ആദ്യം വീട്ടുകാർ ഓർത്തത്. വെള്ളിമൂങ്ങയെ വളർത്തിയാൽ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. മന്ത്രവാദത്തിനും മറ്റും വെള്ളിമൂങ്ങയെ രഹസ്യമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. വെള്ളിമൂങ്ങയെ പിടികൂടുന്നതും പരിപാലിക്കുന്നതും കുറ്റകരമാണ്. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ദിലീപ്, ശ്രീകുമാർ, വാച്ചർമാരായ ബാവൻ, ഉമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഷാനവാസിന്റെ വീട്ടിലെത്തി വെള്ളിമൂങ്ങയെ ഏറ്റുവാങ്ങിയത്. വെള്ളിമൂങ്ങയുടെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷം വനത്തിൽ പറത്തിവിടുമെന്ന് ഫോറസ്റ്റ് അധികാരികൾ അറിയിച്ചു. വെള്ളിമൂങ്ങയെ കാണാൻ അയൽവാസികളും നാട്ടുകാരും ഷാനവാസിന്റെ വീട്ടിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചാരണത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പ്രചരണ ജാഥ. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യമുയർത്തി SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായി SDPI കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അജി വാണിരയ്യം ജാഥ ക്യാപ്റ്റൻ നാസർ കുരുടൻഡയത്തിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറയിൽ നിന്നും ആരംഭിച്ച പ്രചാരണ ജാഥ ഓച്ചിറ, തഴവ പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച് വൈകിട്ട് മണപ്പള്ളിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കോൺട്രിബ്യൂഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഹെഡ്ഗേവാർ ഒരു OTC ക്യാമ്പിലായിരുന്നു, RSSന്റെ ക്യാമ്പിലായിരുന്നു.
അവിടെ നിന്നുകൊണ്ട് RSSന്റെ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി നമ്മുടെ പ്രവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരെ നോക്കി പുച്ഛത്തോടെ ഒരു ചിരി ചിരിച്ചിട്ട് ചോദിച്ചു, ഇന്ത്യക്കോ സ്വാതന്ത്ര്യമോ എന്ന് ചോദിച്ച ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമെന്നൊരു പ്രത്യാശ പോലും ഉണ്ടാകാതിരുന്ന ഒരു വിഭാഗമാണ് അവർ. SDPI കരുനാഗപ്പള്ളി നിയോജക മണ്ഡല പ്രസിഡന്റ് നാസർ കുരുണന്തയം, മണ്ഡലം സെക്രട്ടറി ഹാഷിം മണപ്പള്ളി, വൈസ് പ്രസിഡന്റ് സജീവ് കൊച്ചാലമൂട്, ജോയിന്റ് സെക്രട്ടറിമാരായ ഫിറോസ് ഓച്ചിറ, നവാസ് മുടിയിൽ, നിസാർ ബ്ലാഹയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചലിൽ 3 ഇടങ്ങളിൽ മോഷണം. ഇടമുളയ്ക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയുടെ പൂട്ട് തകർത്ത് പണം അപഹരിച്ചു. അഞ്ചൽ ബൈപ്പാസിലെ 2 പെട്ടിക്കടകളും കുത്തിത്തുറന്നു. കൊല്ലം കുളത്തൂപ്പുഴ ജനവാസ മേഖലയിൽ വന്യജീവി ശല്യം. പരിഹാരം കാണാൻ PS സുബാൽ MLAയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം. കുളത്തൂപ്പുഴ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്കേറ്റ സാഹചര്യത്തിലായിരുന്നു യോഗം. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ പ്രതിഷേധം. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പാവങ്ങളുടെ പടയണി. KSKTU നേതാവ് B രാഘവൻ അനുസ്മരണവും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.